രാവിലെ 5 മണിയാണ്. ഈ ഒരു 5 മണിക്ക് നമ്മൾ ഇറങ്ങിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് 49 സീറ്റ് വണ്ടി ഇല്ല. അപ്പോൾ ഒരു വണ്ടി എടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ വുൾഫാണ് റെഡിയാണ്. കുറേ നാളായി എടുത്തിട്ട്. അപ്പോൾ നമുക്ക് ചെറുക്കനെ എടുത്തിട്ട് വേണം ഒന്ന് പോകാൻ. അപ്പോൾ ഒരുപാട് വർക്കൊക്കെ ഉള്ളതാണ് വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ പോകണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ്ങാണ്. പിന്നെ ഒരു വണ്ടി നമുക്കൊരു ചെറിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ട് ഞാൻ വണ്ടി എടുത്തതെന്ന് തന്നെ പറയുള്ളൂ. ഗൈസ് നൈറ്റാണ് നല്ലതുണ്ട്. അതിൽ 5 മണിക്കാണ് ഞാൻ ഗൈസ് ഈ ഒരു വണ്ടി എടുക്കാൻ പോണത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇനി അവിടേക്ക് എത്തിയിട്ട് കാണാം. പോയോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വേഗം എടുക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ വേഗമായിട്ട് നമുക്ക് ചെറിയ ബന്ധമുണ്ട്. സംഭവം വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ പണ്ട് കളിച്ച സമയത്ത് ചേസ് എടുത്ത് ഇറക്കിയ വണ്ടിയായിരുന്നു ഗൈസ് വേഗ. പിന്നെ നമുക്കൊരു സാഹചര്യം മൂലം വിൽക്കേണ്ടി വന്നു. അവസാനം ഞാൻ ജസ്റ്റ് നല്ല വർക്കൊക്കെ ചെയ്ത വണ്ടിയാണ് ഗൈസ്. ബിഗ് സ്റ്റോറി തന്നെ ഉണ്ട്. സംഭവം ആ സമയത്താണ് നമ്മൾ കളർ കോഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വൈറ്റിലടിച്ച് ഓടേണ്ടി വന്നു വണ്ടി. പക്ഷേ ഇപ്പോൾ നമ്മളെ ചെറുക്കനെ ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ ചെറുക്കനെ എടുക്കാനാണ് ഞാൻ പോകുന്നത് ഗൈസ്. അതെല്ലാം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്ന് കാര്യം അറിയിച്ചേക്കാം, കാരണം ഞാൻ ഈ ബോർഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി ഇവിടെ എല്ലാം അവസാനമായിട്ട് ട്രിപ്പ് ഓടിയാണ്. ട്രിപ്പ് നല്ല വണ്ടി ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പം എത്തും. അപ്പോൾ നമുക്ക് വണ്ടിയും കാണാം. ഇന്ന് വണ്ടിയുടെ ഫ്രണ്ടിലാണ്. അപ്പം ബാക്ക് നല്ല മഴയാണ്. അപ്പം ബാക്കിൽ നമ്മൾ വണ്ടിയുണ്ട്. അപ്പോൾ വണ്ടി ഒരു ബാക്കിൽ കിട്ടുന്ന ലുക്കിലാണ്. അപ്പോൾ നമ്മൾ പഴയ വണ്ടി എന്ന് പറയുന്നത് ഗൈസ്. ഒരു വ്യത്യാസം അവർ ചെയ്തിട്ടില്ല. സൗണ്ടായാലും ലൈറ്റ് ആയാലും നമ്മൾ തന്നെ ചെയ്ത വർക്കാണ്. അപ്പോൾ നമ്മൾ VRS കൊണ്ട് കൊടുത്ത് ചെയ്ത വർക്കായിരുന്നു ഗൈസ് ഇതൊക്കെ എല്ലാം. പിന്നെ കൊമ്പും ഡിസൈൻ വർക്കൊക്കെ അവർ ചെയ്തിട്ടുള്ളൂ ഗൈസ്. പെയിൻറ്റ് വർക്ക് അങ്ങനത്തെ കാര്യം ചെയ്തിട്ടുള്ളൂ. ബാക്കി തൊട്ടില്ല എല്ലാ ലൈറ്റ് വർക്ക് നമ്മൾ ചെയ്ത വർക്കായിരുന്നു ഗൈസ്. അതിനപ്പുറം അവരൊരു വർക്കും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുമല്ലോ ഗൈസ്. പിന്നെ ഈ പെയിൻറ്റ് ഇടയ്ക്ക് ഈ ബ്ലാക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. അതൊക്കെ നമ്മൾ സെറ്റാക്കണം. വണ്ടി ഇപ്പോൾ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ലൈറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ലുക്കാണ്. പക്ഷെ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ലുക്കില്ല. അതൊക്കെ നമുക്ക് ചെയ്തെടുക്കണം. അതൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് തന്നെ പറയാം. പിന്നെ ലൈറ്റ് ഇട്ടാലുള്ള ഒരു അവസ്ഥ കാണിച്ചാൽ ഗൈസ് കിട്ടില്ല ലുക്കാണ്. നമ്മളിൽ ഉണ്ടാകുന്ന വെറൈറ്റി വർക്കായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കുക. അപ്പോൾ ഇനി സമയം കളയേണ്ട കാരണം വേഗം വിട്ടാൽ അത്രയും നല്ലതെന്ന് പറയല്ലോ ഗൈസ്. ഇറങ്ങേണ്ടതെന്നില്ല. അപ്പം തന്നെ മഴ ക്യാബിലൊക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ലിപ്പൊക്കും പിന്നെ അഡീഷണലായിട്ട് കുറച്ച് ലൈറ്റേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ റിമൂവ് ആക്കും. പിന്നെ ക്യാബിനൊക്കെ ഒന്ന് അടിപൊളിയാക്കും. അങ്ങനത്തെ ചെറിയ ചെറിയ വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ ഗൈസ്. അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ന് നിങ്ങളെ സപ്പോർട്ട് വേണം ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മൾ ഏരിയക്ക് എത്തിയിട്ട് കാണാം. നമ്മളതിന് ഏരിയക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെറുക്കലിന് നമ്മളെ ഷെഡ് കൊണ്ടുപോയിടും. പിന്നെ നേരെ വർക്കിനായിട്ടാണ്. അതിനുശേഷം നമ്മളെ ട്രിപ്പൊക്കെ നമ്മൾ കൊണ്ടുപോവുക. പിന്നെ ഒരു വണ്ടിക്ക് ചെയ്യാൻ പോകണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വണ്ടിക്ക് ലിപ്പൊക്കും അതുപോലെ തന്നെ ഒരു റീപെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ വണ്ടിക്ക് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ക്യാബിൻ സൈഡ് മോഡേൺ ടൈപ്പ് ആക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ടൈപ്പ് ക്യാബിൻ്റെ ഗൈസ് കവേർഡൊക്കെ ചെയ്താണ്ടുള്ള സംഭവം അതാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നെയിം ബോർഡൊക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ കുറേ ചെറിയ ചെറിയ വർക്ക് ലിപ്പ് നിർബന്ധമായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് ഗൈസ്. ലിപ്പില്ലാതെ വണ്ടി ഓടില്ല എന്ന് തന്നെ പറയും ഗൈസ്. അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെറിയ ചെറിയ ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കും. പിന്നെ മെല്ലാണ് നമ്മൾ വണ്ടി ലൈറ്റും സെറ്റ് വർക്കൊക്കെ ആയിട്ട് കയറ്റുള്ളൂ. അപ്പം കയറ്റുന്ന നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം എല്ലാ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വണ്ടിയുടെ ലുക്കൊക്കെ ആണെങ്കിൽ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയാം. നെയിംബോർഡിന് ചെറിയ കേടുണ്ട്. സംഭവം വരാൻ ഇച്ചിരി ടൈമൊക്കെ പിടിക്കുന്നുണ്ട്. വെച്ച് നോക്കുമ്പോൾ നെയിംബോർഡ് മാറ്റേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ വർക്കൊക്കെ ഉള്ളൂ. അതൊക്കെ നമ്മൾ സെറ്റാക്കുന്നതാണ്. അതൊക്കെ നമുക്ക് സെറ്റാക്കി തന്നെ ഇറക്കാം. അപ്പോൾ പഴയ ഫീലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു വണ്ടിയിൽ നിന്ന്. പഴയ ലുക്കിലാണ് നമ്മൾ വണ്ടി ഇറക്കിയിട്ടുള്ളത് ഗൈസ്. അപ്പം
വേറെ നമ്മളെ ചെറുക്കൻ നമ്മൾ ഷെഡ് കയറ്റണം. അപ്പോൾ ഷെഡ് ഏതാണ്ട് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. നമ്മളെ ഷെഡൊക്കെ കയറ്റുകയാണ്. എൻ്റെ മോനെ വരവ് നോക്ക് ഗൈസ്, ഏതാ ലുക്ക് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത വരവ് തന്നെയാണ് പറയല്ലോ ഗൈസ്. അപ്പം ഇനി ഇവിടെ ആയിരിക്കും നമ്മളെ ചെറുക്കന് കഴിയാൻ പോണത് എന്ന് തന്നെ പറയാമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ചിട്ടിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് തളർത്താൻ നോക്കിയിട്ട് വണ്ടിയിലൊരു വണ്ടി ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും തളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മളെ വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു കിടില വണ്ടിയായിട്ട് നമ്മളെ ചെറുക്കൻ ഇറങ്ങും. നമ്മളെ വണ്ടീനെ ഓരോ സ്റ്റിക്കർ വർക്ക് നമ്മൾ കയറ്റി വെക്കും, നമ്മൾ അപ്ഡേഷനായിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ ഇടാൻ നമ്മൾ ഈ ഒരു ലുക്കിലായിരിക്കും നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ അതിനുള്ള ചെറിയ ചെറിയ വർക്ക് നമ്മൾ കയറ്റിയിട്ടുള്ളൂ ഗൈസ്. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ 2 നെയിം ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മളെ പേര് നമ്മൾ കയറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ബൈ അടിക്കാണ്. എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.